ഹലോ, വെൽക്കം ടു ജിന്നൂസ് ഗാർഡൻ. നമ്മൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, അതാണ് വീഡിയോ ഒന്നും കാണാത്തത്. ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു വീഡിയോ നമ്മുടെ ഒരു കസ്റ്റമർ വന്നെടുത്ത പ്ലാന്റുകളും പിന്നെ നമ്മൾ ഡെലിവറി ചെയ്ത കുറച്ച് പ്ലാന്റുകളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതൊക്കെയാണ് കേട്ടോ. ആൾ വന്ന് നമ്മളോട് പറഞ്ഞിരുന്നു, ഒരു 2 വീക്സ് മുന്നേ പറഞ്ഞിരുന്നു, കുറച്ച് അത്യാവശ്യം വലിയ പ്ലാന്റുകൾ വേണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 15ഓളം വെറൈറ്റി ഹാങ്ങിമിംഗാസ് എടുത്തിട്ടുണ്ട്. പോട്ട് പ്ലാന്റ് ആണ്. ഇതൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെന്താ, ഈ കളേഴ്സൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു പെറ്റൂണിയ, ബ്ലാക്ക് ഐവറിയുടെ ഒരു പെറ്റൂണിയ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു മദർ പ്ലാന്റ് ആണ്. ഫ്ലവർ ആവുന്നതേ ഉള്ളൂ. അതേ ആൾ പറയുവാണ് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മളോട് മദർ പ്ലാന്റ് സൈസ് ചോദിക്കുന്നവരോടാണ്. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് വന്നിട്ട്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ കൊടുത്ത് തീർത്ത് കേട്ടോ. ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ സെറ്റ് ആവത്തുള്ളൂ. പ്ലാന്റുകൾ വെച്ചിട്ടേ ഉള്ളൂ, ആവണം. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, മദർ പ്ലാന്റ്സ് വാങ്ങിയ ഒത്തിരി പേരുണ്ടല്ലോ. ഇത് നമ്മൾ ഒന്നുകിൽ ഇതുപോലെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ വന്നെടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ. പിന്നെ പരിചയമില്ലാത്തവരൊക്കെ വന്നോട്ടെ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അതിനുള്ള സൗകര്യം നമുക്കില്ല. ഉടനെ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും വന്നെടുക്കുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഇതൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരി എടുത്തിരിക്കുന്നത്. നമ്മുടെ വൈറ്റ് സ്പ്ലാഷ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 3 എണ്ണമാണ് കേട്ടോ സെയിലിനുള്ളത്. പിന്നെ നമ്മുടെ കേളി വെറൈറ്റി 2 എണ്ണം ഉള്ളതിൽ 2 എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്ന പ്ലാന്റ്സുകൾ. അവർക്ക് വേറെ പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റീൽസിലൊക്കെ കാണിച്ച ഒരു പെറ്റൂണിയയില്ലേ, ഡബിൾ ഷെയ്ഡ് വരുന്ന തുമ്പോലിന് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് കണ്ടപ്പോൾ ആൾക്ക് ഒരു പ്ലാന്റ് വേണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സാണ്. ഇത് നമ്മുടെ മൾട്ടിപെറ്റ ബോൾസാണ്. ഇതിൻ്റെ 25 കളറ്, 20, 15, 10 അങ്ങനെയൊക്കെ ഉള്ള കോംബോയാണ് കേട്ടോ ഈ വന്നിട്ട്. നമ്മുടെ ആ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ, നമ്മുടെ പ്ലാന്റ് സൈസ് വന്നിട്ട്. പിന്നെ നമ്മൾ ഇതുവരെ എടുത്ത ഓർഡറിൽ കുറച്ച് DTDCക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് എല്ലാം അയച്ചു തീർക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വിൻഗയുടെ ഹാങ്ങിങ് വിൻഗയുടെ തന്നെ 10 എണ്ണത്തിൻ്റെ കോംബോയാണ് കേട്ടോ. ഇത് 1000ൻ്റെ കോംബോയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഇങ്ങനെ വളർന്ന് വരുന്ന പ്ലാന്റുകളാണ്. ഇതിനകത്ത് നമ്മളൊരു ഈ 1000ൻ്റെ കോംബോയിൽ ഒരു ബ്ലാക്ക് നിർവ്വാണയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ആ കോംബോ വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, DTDC ഇപ്പം ഭയങ്കര ഡിലേ ആണ്. കാരണം അവർക്ക് ഈ ഓണത്തിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓവർലോഡൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച അയക്കാൻ പറഞ്ഞിട്ട് അയച്ചവരുടെയൊക്കെ പാഴ്സലുകൾ വളരെ ഡിലേ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ദൂരത്തേക്കുള്ള ഒരു 4-5 പേർക്കൊഴികെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ നാളത്തോടു കൂടി അയച്ചു വിടുന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഒത്തിരി പ്രശ്നം ആയിരുന്നു DTDCക്ക്. അപ്പോൾ ഞാൻ ഓരോ കസ്റ്റമറിനോടും ചോദിച്ചിട്ടാണ് കേട്ടോ അയച്ചത്. അപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞവർക്ക് മാത്രമാണ് കഴിഞ്ഞ വീക്കിൽ അയച്ചിട്ടുള്ളത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 14 പേർക്കാണ് അയച്ചത്. അതിൽ ഒരു 4-5 പേർക്ക് വളരെ ഡിലേ ആയിട്ട് തിങ്കളാഴ്ച അയച്ച പ്ലാന്റ് വെള്ളിയാഴ്ചയൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കസ്റ്റമർ അയച്ചോളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചത്. അല്ലെങ്കിൽ ഈ വീക്ക് ആണ് നമ്മൾ അയക്കാൻ വിചാരിച്ചിരുന്നത്. അന്നേരം ഒരു 4-5 പേർക്കൊഴികെ ബാക്കി ഉള്ളവർക്ക് എല്ലാവർക്കും അയച്ചു തീർക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയ ഓർഡർ എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇനി ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ പുതിയ ഓർഡറുകൾ ഞാൻ എടുക്കുന്നത്. കാരണം നമ്മളിപ്പോഴേ ഓർഡർ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇനി ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ DTDC പ്രോപ്പറായിട്ട് വർക്ക്
ബുക്കിംഗ് ആവത്തുള്ളൂ. കാരണം നമ്മൾ പ്ലാൻസ് ആണെന്നൊന്നും അവർ നോക്കില്ല. പഴയ ഓർഡറുകൾ അവർ കെട്ടിക്കിടക്കുന്നതൊക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്ലാൻസുകൾ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓർഡർ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, സീഡ്സിൻ്റെ, അതായത് വിൻഗേഡി സീഡ്സിൻ്റെ എമൗണ്ട് തന്നവർക്ക് എല്ലാവർക്കും അയച്ചിട്ടുണ്ട് പോസ്റ്റൽ വഴി. DTDC വഴി പറഞ്ഞിരിക്കുന്നവർക്ക് നാളെ അയക്കും കേട്ടോ. പിന്നെ നമ്മുടെ കാശിത്തുമ്പയുടെയും സീനിയുടെയും വിത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് അയച്ച ഇന്ന് വരെ നൈറ്റ് വരെ അയക്കുന്ന എല്ലാവർക്കും നാളെ നമ്മൾ അയച്ചു വിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈവനിങ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് ട്രാക്ക് ID ഒന്ന് കളക്ട് ചെയ്യണം കേട്ടോ. ഓരോരുത്തർക്കും ഇട്ടുതരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണേ.